പാലക്കാട് ഗ്രാമങ്ങളുടെ മനോഹരമായ കാഴ്ചകളും വള്ളുവനാട്ടെ രുചിയും അറിഞ്ഞാണ് മിസ്സിസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരിയുടെ യാത്ര. കാണാം ഒറ്റപ്പാലത്തെ തിരഞ്ഞെടുപ്പ് വിശേഷം. ബൽറാം, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ യാത്ര ദാ ഇങ്ങനെ പാലക്കാട് എത്തി. നമ്മൾ മണ്ണാർക്കാടിലൂടെ ഇങ്ങനെ യാത്ര തുടരുകയാണ്. ഒന്ന് ക്ഷീണിച്ചോ? അതെ വിനിത, നമ്മളിപ്പോൾ ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ടു. ക്ഷീണം നമ്മൾ ക്ഷീണിച്ചിട്ടില്ല, പക്ഷേ നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി നമുക്കിനി ഒന്ന് മാറ്റി പിടിക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു ക്ഷീണം, അത് മാറ്റിയിരിക്കുകയാണ്. ഇനി മുതൽ നമ്മുടെ യാത്ര ഈ ഒരു പുതിയ പഴയ വണ്ടിയിലാണ്. ഈ വണ്ടിയെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നു. നമ്മൾ വരുമ്പോഴേക്ക് തന്നെ ഇതൊരു 92 മോഡൽ വണ്ടിയാണ്. ഞാൻ ഈ യാത്ര തുടരുന്നു ഇങ്ങനെ ഒരു പ്രതിസന്ധി പറഞ്ഞപ്പം അമ്മാവൻ്റെ വണ്ടി അറേഞ്ച് ചെയ്യായിരുന്നു. വണ്ടി ഓക്കെ ആണല്ലോ അല്ലേ? വണ്ടി ഓക്കെ. അതെ, ഈ വണ്ടിയിലാവട്ടെ ഇനിയുള്ള യാത്ര. ഇലക്ഷൻ നല്ല ചൂടാണ്. മൊത്തത്തിൽ പിന്നെ പ്രകൃതി നല്ല ചൂടാണ്, അതുപോലെ തന്നെ ഇലക്ഷൻ നല്ല ചൂടിലാണ്. വർഷങ്ങളായിട്ട് ഏതാണ്ട് 2 പതിറ്റാണ്ടിലേറെയായിട്ട് എൻ്റെ വണ്ടി സർവീസ് ചെയ്യുന്നത് വിശ്വംഭരേട്ടനാണ്. വിശ്വംഭരേട്ടൻ വലിയൊരു കഥയാണ് അല്ലേ മണ്ണാർക്കാടിലേക്ക് എത്തുന്നത്. 4-5 പതിറ്റാണ്ട് മുമ്പ് ഒരു ബൈക്കിൽ എത്തുക. മണ്ണാർക്കാട് ആദ്യത്തെ വർക്ക്ഷോപ്പാണ്. അതെ, 2 വീലർ വർക്ക്ഷോപ്പ് ആദ്യത്തെ വർക്ക്ഷോപ്പാണ്. എങ്ങനെയുണ്ട് ഇലക്ഷൻ്റെ ഒരു ചൂട്? ഇലക്ഷൻ നല്ല ചൂടാണ്. മണ്ണാർക്കാട് ചൂട് പറയണ്ടല്ലോ. ഇപ്പോഴത്തെ ചൂട് നല്ല ചൂട് തന്നെയാണ്. ആർക്കും എന്തും സംഭവിക്കാം. ഇവിടെ കുറെ നാട്ടുകാരുൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. ഇലക്ഷനൊക്കെ എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ട് പോകുന്നു. നമ്മൾ ഇലക്ഷനിൽ LDF സ്ഥാനാർത്ഥി നമ്മുടെ അബൂബക്കർക്കാണ് കണ്ടിട്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് കഞ്ഞി വോട്ടാണ്. കഞ്ഞി വോട്ട് LDF എന്നാണ് പറയുന്നത്. അതെ. എങ്ങനെയുണ്ട് മണ്ണാർക്കാട് ഒരു ഇലക്ഷന്റെ ട്രെൻഡ്? ഇലക്ഷൻ ഇപ്രാവശ്യം വളരെ പോസിറ്റീവായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉള്ളത്. 15 വർഷം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാലയളവാണ്. ഈ 15 വർഷത്തിൽ ഒരു MLA എന്ത് നാടിന് വേണ്ടി ചെയ്തു എന്നുള്ളത് പറയാൻ അവർക്ക് ശരിക്കും ഒരു ബുദ്ധിമുട്ടാണ്. അതാണ് കാര്യം, വികസനത്തിന് വോട്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് മൊത്തത്തിൽ തെരഞ്ഞെടുപ്പ്? സംസ്കൃതിക്ക ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ ബക്രാക്ക് ഒരു മുൻതൂക്കമുണ്ട്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ? എങ്ങനെയുണ്ട്? വേനൽ ചൂടിനെ പോലെ തന്നെ തെരഞ്ഞെടുപ്പ് ചൂട് വളരെ കടുത്ത രീതി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാറ്റ് വരണമെങ്കിൽ ഇടതുപക്ഷം വരണം തന്നെയാണ് പ്രതീക്ഷ. കുറെ പേര് ഇവിടെ ഉണ്ട്. ഇലക്ഷന്റെ ഒരു ചൂടിലാണ്. നാട്ടിൽ മൊത്തം പ്രചരണമൊക്കെ നടന്നു വരുന്നു. എങ്ങനെയാണ് ഒരു ഇത്തവണ ഇലക്ഷന്റെ ഒരു ട്രെൻഡ് മണ്ണാർക്കാട്? കുഴപ്പമില്ല, എനിക്ക് കാറ്റെങ്ങോട്ടാ? മണ്ണാർക്കാടല്ലേ, മണ്ണാർക്കാട് നിന്ന് ഒരാൾ വരട്ടെ എന്നാണ്. തൊഴിൽ, യുവാക്കളുടെ മറ്റു വിഷയങ്ങൾ ഉൾപ്പെടെയുള്ളത് തന്നെയാണ് മണ്ണാർക്കാട്ടെയും ഒരു വിഷയമായി മാറിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ പാലക്കാട് നിന്ന് മണ്ണാർക്കാട് നിന്ന് നമ്മുടെ അമ്മാമ്മയുടെ വണ്ടിയിൽ യാത്ര തുടരുകയാണ്. ഗിയർ ഇതുവരെ ഇടതുവശത്തുണ്ടായിരുന്നു, വലതുവശത്തേക്ക് മാറിയിരിക്കുകയാണ്. നമ്മുടെ യാത്ര തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.